ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലുള്ള ദിവസമാണ്. കാരണം ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിന് എതിരെ നമ്മൾ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. പൊളിയാണ് നമ്മുടെ ടീം എന്ന് തന്നെ പറയേണ്ടി വരും. ഗൈസ്, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കാനാണ് സാധ്യത. പിന്നെ നമ്മുടെ മുംബൈയുമായിട്ടുള്ള മത്സരമാണ് ഇനി അടുത്ത് വരുന്നത്, അതിൻ്റെയും ഞാൻ ഇടുന്നുണ്ട്. അതിന് മുന്നേ ഈ മത്സരത്തെ പറ്റി എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു വ്യൂവിൽ നിന്നുള്ള ഒരു അഭിപ്രായം, ഒരു ടാക്റ്റിക്കൽ എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാം കൂടിയുള്ള ഒരു അഭിപ്രായമാണ്. ആദ്യം തന്നെ മത്സരത്തെ പറ്റി പറയുമ്പം ആദ്യം ഇതിൻ്റെ 11 കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വന്നത്. കാരണം സന്ദീപും സഹീഫും ഇവർ രണ്ടുപേരും എനിക്ക് അത്ര മീൻസ് ടീമിൽ എന്ന രീതിയിൽ നല്ല പ്ലേയേഴ്സായി തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. സഹീഫിൻ്റെയൊക്കെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഒരു ആവറേജാണ്. പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് എനിക്ക് തോന്നുന്നു മുംബൈ സിറ്റി എന്ന് പറഞ്ഞ ഒരു ടഫ് ഒപ്പോണൻറ്റിൻ്റെ എതിരത്തേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നു കോച്ച് ഇവരൊക്കെ ഇങ്ങനെ ഒരു ശക്തിയുള്ള പ്ലേയേഴ്സിനൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിജയിച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾ നമ്മൾ ഡിസേർവ്ഡ് ആയിട്ടുള്ളൊരു വിന്ന് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് പാളിയത് ലൂണയെ സബ് ചെയ്തതിന് ശേഷമാണ്. കോച്ചിന് നന്നായി മനസ്സിലാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഫാൻസിനൊക്കെ അത് മനസ്സിലായി. ലൂണ ഉണ്ടാക്കുന്ന ഓളെയൊന്നും ഞാൻ പറഞ്ഞില്ല. ലൂണ ഹേറ്റേഴ്സിനെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ലൂണ ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്തൊരവസ്ഥയാണ്. അറ്റാക്കിങ്ങിൽ വൻ ഷോക്കായിരുന്നു. ലൂണ ഇല്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു. പക്ഷേ നമ്മൾ നമ്മൾ വിജയിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. അടുത്ത മത്സരത്തിൽ ഇതേ ഇൻറ്റൻസിറ്റി തന്നെ കളിക്കാൻ പറ്റട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വിജയത്തിൽ ആദ്യം തന്നെ കൊൾഡോ ബീറ്റ് ആദ്യത്തെ ഗോളടിച്ചു. വീണ്ടും കൊൾഡോ ബീറ്റ് ഗോളടിച്ചു. വീണ്ടും പിന്നെ കോറു സിംഗ് ആണ് ലൂണയുടെ ആ ക്രോസ് സീനായിരുന്നു. അത് ഓഫ് സൈഡ് ആണോ എന്നുള്ള രീതിയിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നന്നായിട്ട് അടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ 3 ഗോൾ അടിച്ചതിന് ശേഷം ഞാൻ കളി കാണുന്ന സമയത്ത് എനിക്കൊരു പേടി ഫീൽ ചെയ്തിരുന്നു. കാരണം ഇവരൊക്കെ അടിച്ച് നമ്മൾ ബ്ലാസ്റ്റേഴ്സാണ്. പക്ഷെ നമ്മുടെ ഡിഫൻസ്, ആ ജുവാൻ റോഡ്രിഗസിൻ്റെ കീഴിലുള്ള ആ ഡിഫൻസ് പൊളിയാണെന്ന് തന്നെ പറയാം. വളരെ കുറഞ്ഞ അറ്റംപ്റ്റ് എതിരാളികളിൽ നിന്ന് വന്നിട്ടുള്ളൂ. പക്ഷേ നോറ ഫെർണാണ്ടസ്, ജുവാൻ റോഡ്രിഗസ്, കൊൾഡോ ബേറ്റ, തിയാഗോ അൽവസ്, എനിക്ക് തോന്നുന്നു എല്ലാ പ്ലേയേഴ്സും, ഇപ്പം അറ്റ്ലീസ്റ്റ് നോഹ സദോയി പോലും എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എയിമിൻ്റെയൊക്കെ പെർഫോമൻസ് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. നോറയുടെ കാര്യത്തിൽ നല്ല സാറ്റിസ്ഫൈഡ്. എനിക്ക് തോന്നുന്നു ഇനി സച്ചിനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നോറയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് സച്ചിനെ എടുക്കാം. സച്ചിനും കുഴപ്പമില്ല. പക്ഷേ സച്ചിനാണ് ഈ സിറ്റുവേഷനെങ്കിൽ എനിക്ക് തോന്നുന്നു സച്ചിന് ഗോൾ വാങ്ങിച്ചു തരുമായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സൂപ്പർ കപ്പിൽ അറ്റ്ലീസ്റ്റ് ഈ സീസണിൽ നമ്മളൊരു ചെന്നൈ ഒരു മത്സരം കളിച്ചു. അത് 1-0 ജയമായിരുന്നു. അതിൽ നമുക്ക് ക്ലീൻ ഷീറ്റ് കണ്ടിന്യൂ ആയിട്ട് 3 ക്ലീൻ ഷീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു മേജർ ടൂർണമെൻറ്റിൽ നോക്കുമ്പോൾ 2 ക്ലീൻ ഷീറ്റ് നമുക്ക് നിൽക്കുന്നുണ്ട്. അവിടെ മുംബൈ സിറ്റി തോറ്റു. രാജസ്ഥാൻ അടിച്ച് പരത്തിയെന്ന് പറയാം മുംബൈയെ. ആ മുംബൈയായിട്ട് നമ്മൾ ജയിച്ചത്, ആ രാജസ്ഥാനായിട്ട് നമ്മൾ ജയിച്ചത് കഴിഞ്ഞ മത്സരം. പലരും അതിനെ വില കുറച്ച് കണ്ടിരുന്നു. ഇപ്പം ഇന്നത്തെ കളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നത് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ ലെവലിൽ ഈ ദുസാൻ ലഗോട്ടറിനെ വരുന്നു എനിക്ക് തോന്നി. ഞാൻ പ്രോപ്പബിൾ ലൈനപ്പ് പറയാനില്ല, ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയും. ഡേവിഡ് കറ്റാലയുടെ സിസ്റ്റം എനിക്ക് വെച്ചാൽ ഹൈ പ്രസ്സിങ് ഗെയിമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിം പ്ലേ ആണ്. ഈ സ്പാനിഷ് ഗെയിംസിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു ഹൈ പ്രസ്സായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓവറായിട്ട് ബോൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഒപ്പോണൻറ്റിൻ്റെ ഒരു ബന്ധം നഷ്ടപ്പെട്ട എല്ലാവരും കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ്, എനിക്കൊന്ന് ഇവാനാശൻ്റെ സീസണിലൊക്കെയാണ് ഇത്തരത്തിലൊരു പ്രസ്സിങ് കണ്ടതെന്നുള്ളതാണ്. മിക്കാൽ ടെഹറയുടെ സീസണിലേക്ക് വന്നപ്പം ഒരു ഹൈ ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ഒരു പ്ലേ അത്ര ഇഷ്ടമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഡേവിഡ് കറ്റാല എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഡേവിഡ് കറ്റാല ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ഓൾ ദ ഫോൾ ഇന്ന് കളി ജയിച്ചു. ഐ ആം ഹാപ്പി. 3 ഗോളുകൾക്ക് നമ്മൾ ക്ലീൻ ഷീറ്റ് അടിച്ച് തന്നെ ജയിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ടീം ഇപ്പം പണ്ടത്തെ മാതിരിയല്ല. പണ്ടത്തെ ടീം എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് അവർക്ക് 2 ഓപ്പൺ ചാൻസ് കിട്ടിയതായിട്ടാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. അത് സഹീഫിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ജോ റോഡ്രിഗസും നോറ ഫെർണാണ്ടസും കൂടി പൊളിച്ചു അപ്പോണൻ്റ് ഡിഫൻസ് എന്ന് പറയേണ്ടി വരും. കൊൾഡോ ബീറ്റ് എടുത്തു പറയുന്ന ആളുടെ പെർഫോമൻസ്, ഞാൻ പറഞ്ഞ കൊൾഡോ ബീറ്റക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞാൽ കത്താൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരു ജീസസ് ജിമിനസിനെ പോലെ ഒരു കോമ്പിനേഷൻ പ്ലേ കളിക്കുന്ന രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലെയറാണ്, ഒരു സംശയമില്ല. ഇഞ്ചുറി ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇഞ്ചുറി പറ്റിയാലാണ് പണി കിട്ടുക. പിന്നെ നമ്മുടെ തിയാഗോ അൽവസ്, ആളുടെ ഫ്രീ കിക്ക് ജസ്റ്റ് മിസ്സിലാണ് പോയത്. നമുക്ക് കിട്ടേണ്ടതായിരുന്നു.
തിയാഗോ ആൽവസ് അടുത്ത മത്സരം നോഹ സദോയ്ക്ക് പകരം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ആൽവസ് എന്തായാലും വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ലെവലിൽ. ഫസ്റ്റ് ലെവൽ ഒരു ആവശ്യമുള്ള ഒരു പ്ലെയറാണ്, നല്ലൊരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു എയിമിനെയൊക്കെ പിന്നത്തെ ഹാഫിൽ പിന്നെ വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഹോപ്പ്. ഇപ്പോൾ നോഹ സദോയിൻ്റെ ഒരു പെർഫോമൻസ് ഈ മത്സരത്തിൽ ഞാനത്ര സാറ്റിസ്ഫൈഡ് അല്ല നോഹയുടെ പെർഫോമൻസിൽ. പക്ഷേ നോഹ കുഴപ്പമില്ലാതെ കളിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നോഹ സദോയിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോഹ സദോയ് ഇപ്പം കളി തോന്നാത്ത എന്താ വെച്ചാൽ നമ്മളിപ്പോഴും ടീം ഗെയിമാണ്. നമ്മൾ ഇന്ന് നന്നായി ടീം ഗെയിം കളിച്ചു എന്നുള്ളതാണ്. ഓൾ ദ ഫുൾ നമ്മൾ നല്ല ടീം ഗെയിമാണ് കളിച്ചത്. ഓക്കെ, അതിൽ നോഹ സദോയും നന്നായി കളിച്ചു, എല്ലാവരും നന്നായി കളിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നോഹയിൽ ഒതുങ്ങുമ്പോൾ നോഹയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. നോഹ മാത്രം ഗോളടിക്കുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഇതുപോലെ തന്നെ വേണം ഇനിയും. നോഹ കളിച്ചില്ലെങ്കിലും വേണ്ട, നമ്മുടെ ടീമാണ് വലുത്. നോഹ കിട്ടുന്ന ചാൻസ് ഗോളടിച്ചോട്ടെ. നോഹയും നമുക്ക് ആവശ്യമാണ്, നോഹനെ കുറ്റം പറയുന്നില്ല. ലൂണ നമ്മുടെ കളിയുടെ ഒരു പ്ലേ മേക്കറാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ ലൂണയെ ചെറുതായി സംശയിച്ചിരുന്നു കഴിഞ്ഞ കളി. ലൂണയെ ഈ പെർഫോമൻസ് നന്നായി കളിച്ചിട്ടുണ്ട്. ലൂണയുടെ ഒരു ക്രോസിൽ നിന്നാണ് ഗോൾ വന്നത്. ആൻഡ് ലൂണ നന്നായി കളിച്ചു. ലൂണ പോയപ്പോഴാണ് ഈ കളിയുടെ ഒരു താളം തെറ്റിയത്. സോ നമുക്ക് എന്തായാലും അടുത്ത മുംബൈ സിറ്റി ആയിട്ടുള്ള നാളെ തന്നെ ഞാനൊരു പ്രീ മാച്ച് വീഡിയോ ഇട്ടേക്കാം എന്നാണ് കരുതുന്നത്, മുംബൈ സിറ്റി ആയിട്ടുള്ള. സോ എല്ലാവരും കാണാൻ വരിക. ശരി, ബൈ.